പരീക്ഷിത്ത് ജനിച്ചപ്പോൾ പുരോഹിതന്മാരായ ധൗമ്യനും കൃപനും പരീക്ഷിത്തിന്റെ ജാതകമെഴുതി. പരീക്ഷിത്തിന് ശ്രേഷ്ഠമായൊരു ഭാവിയുണ്ടെന്ന് അവർ യുധിഷ്ഠിരനോട് പറഞ്ഞു. പരീക്ഷിത്തിന്റെ ഭാവി അവർ ഇപ്രകാരം പ്രവചിച്ചു. മനുപുത്രനായ ഇക്ഷ്വാകുവിനെപ്പോലെ ഇവൻ ബ്രാഹ്മണരെ വന്ദിക്കും. ദശരഥപുത്രനായ രാമനെപ്പോലെ സത്യനിഷ്ഠനായിരിക്കും. ശിബിയെപ്പോലെ ധർമ്മനിഷ്ഠനാവും. ശ്രേഷ്ഠതയിലും പ്രശസ്തിയിലും ദുഷ്യന്തപുത്രനായ ഭരതനെപ്പോലെയായിത്തീരും. ഇദ്ദേഹത്തിന്റെ നാമം 4 ദിക്കിലും പരക്കും. അസ്ത്രപ്രയോഗത്തിൽ അർജുനനോടും കാർത്തവീര്യാർജുനനോടും കിടനിൽക്കും. ഹിമവാന്റെ പ്രൗഢിയും ഭൂമിയുടെ ക്ഷമയുമുണ്ടായിരിക്കും. ബലിയുടെ ധൈര്യവും ശ്രീനാരായണനോട് പ്രഹ്ലാദനുള്ളത്ര ഭക്തിയും ഉണ്ടാവും. ഇദ്ദേഹം അശ്വമേധയാഗം നടത്തും. വ്യാസന്റെ വിശിഷ്ടപുത്രനായ ശ്രീശുകനിൽ നിന്ന് ബ്രഹ്മവിദ്യ പഠിക്കും. സൂര്യചന്ദ്രന്മാർ അവരുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിന്റെ പേർ ഈ ഭൂമിയിൽ ഓർമ്മിക്കപ്പെടും. രാജാവായി അഭിഷിക്തനായ ശേഷം പരീക്ഷിത്ത് ഋഷിമാരുടെ വാക്കിനെ ന്യായീകരിക്കുന്ന തരത്തിൽ സന്മാർഗനിരതനായും കാരുണ്യത്തോടു കൂടിയും രാജ്യം ഭരിച്ചു. അദ്ദേഹം ഉത്തരന്റെ കുമാരപുത്രിയായ ഐരാവതിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ ജനമേജയനായിരുന്നു. അദ്ദേഹം ഗംഗാതീരത്ത് വെച്ച് അശ്വമേധയാഗം നടത്തി. എങ്കിലും അനുദിനം വർദ്ധിച്ചുവരുന്ന കലിബാധയോർത്ത് രാജാവ് വളരെയധികം അസ്വസ്ഥനായി. അദ്ദേഹം കലിയോട് യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഒരിക്കൽ സരസ്വതി നദീതീരത്ത് ഒരു കാള ഒരു പശുവിനോട് സംസാരിക്കുകയായിരുന്നു. പശുവിൻ്റെ കിടാവു ചത്തിരിക്കുമോ എന്ന് തോന്നുമാറ് അത് നന്നേ മെലിഞ്ഞിരുന്നു. പശുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. കാള 3 കാലുകളും നഷ്ടപ്പെട്ട് മുടന്തനായിരുന്നു. ഇവിടെ കലിയുടെ അധിനിവേശം നിമിത്തം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിദേവിയുടെ പ്രതീകമാണ് പശു. അതുപോലെ തന്നെ ശ്രേഷ്ഠനായി നിലനിർത്തിയിരുന്ന തൻ്റെ ഗുണങ്ങൾ മിക്കവാറും നശിച്ചുപോയവനായ ധർമ്മദേവന്റെ പ്രതീകമാണ് കാള. കലിബാധയേറ്റ് ഭൂമിയിൽ വരാനിരിക്കുന്ന വിപത്തുക്കളെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിദേവിയോട് ധർമ്മദേവൻ പറയുകയാണ്, നീ ദുഃഖിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഭഗവാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നിനക്ക് താങ്ങാനാവാത്ത ഭാരമെല്ലാം അദ്ദേഹം നീക്കിത്തന്നു. അധർമ്മം നശിപ്പിച്ച് നിന്നെ രക്ഷിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പോയപ്പോൾ ധർമ്മവും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അതാണ് നിന്റെ ദുഃഖത്തിന് കാരണമെന്ന് എനിക്ക് ഉറപ്പാണ്. വരാൻ പോകുന്ന എന്തൊക്കെ വിപത്തുക്കളാണോ ഭൂമിദേവി ചിന്തിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നത്, അതേ കാര്യങ്ങൾ തന്നെ ധർമ്മദേവൻ ചോദിക്കുകയാണ്. നീ എന്തിനാണ് കരയുന്നത്? നിന്നെ തീരെ ആശയറ്റവളെപ്പോലെയാണല്ലോ കാണുന്നത്. എന്തോ ഒരു കഠിനമായ വേദന നിന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്നെ ശ്രേഷ്ഠനായി നിലനിർത്തിയിരുന്ന എൻ്റെ ഗുണങ്ങളിൽ തപസ്, ശുചിത്വം, ദയ എന്നിവയെല്ലാം നശിച്ചതു കണ്ടിട്ടാണോ നീ കരയുന്നത്? ക്ഷത്രിയന്മാർക്ക് പകരം ശൂദ്രന്മാർ രാജ്യം ഭരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ നീ കരയുന്നത്? ഇനിമേൽ ഇന്ദ്രൻ മഴ വർഷിച്ച് നിന്നെ നനയ്ക്കുകയില്ല എന്ന് നീ ഭയപ്പെടുന്നോ? പുരുഷന്മാർ സ്ത്രീകളെ രക്ഷിക്കാത്ത ഒരു ഭാവി വരുമെന്ന് നീ ഉത്കണ്ഠപ്പെടുന്നുണ്ടോ? പാപികളായ ബ്രാഹ്മണരുടെ ഗൃഹങ്ങളിൽ സരസ്വതി വസിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് ദുഃഖിക്കുകയാണോ? അതോ ബ്രാഹ്മണർ താഴ്ന്ന തരം പ്രവർത്തികൾ ചെയ്യുമെന്ന് ഓർത്ത് സങ്കടപ്പെടുകയാണോ? ഇന്ദ്രിയ സുഖങ്ങൾക്കായി മനുഷ്യർ പാപകർമ്മങ്ങളിൽ മുഴുകി ഭഗവത് സ്മരണ തീരെ കൈവിടിയുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ദുഃഖിക്കുന്നത്? ധർമ്മദേവന്റെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ട് ഭൂമിദേവി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, അല്ലയോ ധർമ്മപ്രഭോ, ഞാൻ പറയാതെ തന്നെ അങ്ങ് എൻ്റെ ദുഃഖകാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങയുടെ ചോദ്യങ്ങൾ എന്നെ കൂടുതൽ ദുഃഖിതയാക്കുകയാണ്. ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ നിമിഷം മുതൽ അത്രയും കാലം എന്നിൽ വസിച്ചിരുന്ന സർവ സദ്ഗുണങ്ങളും എന്നിൽ നിന്ന് അകന്നുപോയി. ഭഗവാനെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അങ്ങയുടെ എല്ലാ ഗുണങ്ങളോടും കൂടി നിലനിന്നിരുന്ന കാലത്ത് ഞാൻ എത്ര സമ്പന്നയായിരുന്നു. ഭഗവാൻ കൃഷ്ണരൂപം ധരിച്ച് എൻ്റെ മേൽ ചവിട്ടി നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എത്ര ഐശ്വര്യമുള്ളവളും നന്മയുള്ളവളും പരിശുദ്ധയുമായിരുന്നു. എൻ്റെ ഐശ്വര്യത്തിൽ ഒരുപക്ഷെ ഞാൻ അഭിമാനം കൊണ്ടിരിക്കാം. അതിനാലാണ് ഭഗവാൻ എന്നെ ശിക്ഷിക്കുന്നതിനായി എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്. എന്തു ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ.
ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ കൂടുതൽ കൂടുതൽ എന്നെ ദുഃഖിപ്പിക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നികൃഷ്ടകുലജാതനും ക്ഷത്രിയനെന്ന് തോന്നും വണ്ണം കപടവേഷധാരിയുമായ ഒരാൾ പെട്ടെന്ന് അവരുടെ അടുത്തെത്തി അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് കലിയല്ലാതെ മറ്റാരുമായിരുന്നില്ല. കലി ധർമ്മദേവൻ്റെ ശേഷിച്ച ഗുണം കൂടി, അതായത് കാലയുടെ ബാക്കിയുള്ള ഒരു കാലുകൂടി തല്ലി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ രഥത്തിൽ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം വില്ലും അമ്പുമെല്ലാം എടുത്ത് കലിയുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, അങ്ങയ്ക്ക് എപ്രകാരമാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? എൻ്റെ രാജ്യത്ത് ഇങ്ങനെ ഒരു അധർമ്മം നടത്താൻ എങ്ങനെ സാധ്യമാകും? മഹാനായ യുധിഷ്ഠിരൻ ഒരു കാലത്ത് ഭരിച്ച ഈ നാട്ടിൽ ഞാൻ രാജാവായിരിക്കുമ്പോൾ ഈ ക്രൂരപ്രവൃത്തി ചെയ്യാൻ അങ്ങയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? പരീക്ഷിത്ത് ഭൂമിദേവിയെയും ധർമ്മദേവനെയും വളരെ ദുഃഖത്തോടെ നോക്കി. ധർമ്മദേവൻ പരീക്ഷിത്തിനോട് പറഞ്ഞു, ഭഗവാൻ സ്വയം ദൂതനായും സാരഥിയായും പ്രവർത്തിച്ച ആ മഹാന്മാരുടെ മഹത്തായ കുരുവംശത്തിൻ്റെ പിൻഗാമിയാണ് അങ്ങ് എന്നറിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥിതിക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ജനങ്ങൾ വിവിധ ധർമ്മങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുകയാണ്. നിരീശ്വരവാദികളായ ഒരു കൂട്ടർ പറയുന്നു മനുഷ്യൻ തന്നെയാണ് അവൻ്റെ വിധികർത്താവെന്ന്. ഭൂമിയിൽ മനുഷ്യരുടെ കാര്യങ്ങളിൽ ദേവന്മാർക്ക് ഒരു സ്വാധീനവുമില്ല എന്നവർ പറയുന്നു. ചിലർ പറയുന്നു ഗ്രഹസ്ഥിതിയെ, നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ് എല്ലാം നിലനിൽക്കുന്നതെന്ന്. മറ്റു ചിലർ കർമ്മത്തെപ്പറ്റി പറയുന്നു. കർമ്മമാണ് എല്ലാറ്റിനും ഉത്തരവാദി. നല്ല കാലത്തിനും ചീത്തകാലത്തിനും ഉത്തരവാദി ഒരുവൻ്റെ സ്വഭാവമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അവർ പറയുന്നു. ഇനിയും അപൂർവം ചിലരുണ്ട്, വളരെ അപൂർവമായിട്ട് ദൈവമുണ്ടെന്നും എന്നാൽ ദൈവം മനുഷ്യൻ്റെ വിചാരപരിധിക്ക് അപ്പുറത്താണെന്നും എല്ലാറ്റിനും ഉത്തരവാദി ദൈവമാണെന്നും പറയുന്നു. അല്ലയോ മഹാരാജാവേ, ഈ വിവിധ അഭിപ്രായങ്ങളെപ്പറ്റി അങ്ങ് ചിന്തിക്കണം. എന്നിട്ട് യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് മനസ്സിലാക്കണം. ധർമ്മദേവൻ്റെ വാക്കുകൾ കേട്ട് പരീക്ഷിത്ത് ധർമ്മദേവനോട് പറഞ്ഞു, അങ്ങ് ധർമ്മത്തിൻ്റെ എല്ലാ വശവും അറിയാവുന്ന സാക്ഷാൽ ധർമ്മദേവനാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങയെ നിലനിർത്തിയിരുന്ന ഗുണങ്ങളിൽ 3 ഗുണങ്ങളും അങ്ങയ്ക്ക് നഷ്ടമായി. ഇനി അവശേഷിക്കുന്നത് സത്യം എന്ന ഒരേ ഒരു ഗുണമാണ്. കലികാലത്ത് മനുഷ്യന് ധർമ്മം പാലിക്കാൻ സത്യം പാലിക്കുക എന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. പരീക്ഷിത്ത് ഭൂമിദേവിയെ നോക്കി പ്രകാരം പറഞ്ഞു, ദേവി, അവിടുന്ന് കരയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഭഗവാൻ അവതരിച്ച് ഭൂമിയിൽ വസിച്ച സുവർണകാലവും കലിബാധയാൽ പാപികൾ ഭരിക്കാനിടയുള്ള വരും കാലവും തമ്മിൽ ദേവി താരതമ്യപ്പെടുത്തി നോക്കുകയാണ്. അതാണ് ദേവിയുടെ ദുഃഖത്തിന് കാരണം. ഈ കലി സത്യത്തെ നശിപ്പിച്ച് തൽസ്ഥാനത്ത് അസത്യം സ്ഥാപിക്കാൻ നോക്കുകയാണ്. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, ആ കലിയെ കൊല്ലുന്നതിനായി ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞ് തൻ്റെ വാൾ കയ്യിലെടുത്ത് അദ്ദേഹം കലിയുടെ നേരെ പാഞ്ഞു.